ശ്രീ ജോർജ് ജോസഫ്, ഇങ്ങനെ പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നു, അത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ ഒരു തടയിടേണ്ട ഇത് ആവശ്യമായി വന്നിരിക്കുകയല്ലേ? അല്ലെ, അതൊരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും അത് അനിവാര്യതയാണ്. നമുക്ക് ഈ കഴിഞ്ഞ അക്സർ പറഞ്ഞതുപോലെ ഒരു മലീഷ്യസ് പ്രോസിക്യൂഷന് തീർച്ചയായിട്ടും അധ്യാപക സംഘടനകളും എല്ലാവരും ഈ കേസിൽ ശ്രമിക്കണം. കാരണം ഇതൊരു ടിപ്പിക്കൽ കേസാണ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരു മലീഷ്യസ് പ്രോസിക്യൂഷന് അദ്ദേഹം പറഞ്ഞ പോലെ അതാണ് ചെയ്യുന്നത്. കേരളത്തിൽ അതൊരു പാഠമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ ശ്രമിക്കണം. ഒന്ന് അത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം നേരത്തെ SFI DFIയുടെ ഒക്കെ നേതാവായിരുന്ന മുൻമന്ത്രി സുധാകരൻ ആലപ്പുഴയിൽ ഒരു പ്രസ്താവന നടത്തി. അത് 5-6 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്ക് വേണ്ടി മറ്റുള്ളവരെ എടുത്തിട്ട് ഇടിച്ചാൽ അതൊരു സംഘടനയുടെ ഭാഗമല്ല, അതല്ല, അത് പാർട്ടിക്ക് വലിയ മഹിമയാണെന്ന് ആർക്കും തോന്നണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഞാൻ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം നല്ലൊരു സംസ്ഥാന നേതാവാണ്. സത്യവും നീതിയും വിട്ട് അദ്ദേഹം പോകത്തില്ല, ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെയുള്ള ആരാണ് ഈ കേസിൻ്റെ പ്രോസിക്യൂഷന് കുറ്റചാർജ് കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ആ സ്കൂളിൽ ഏത് അധ്യാപകരാണ് ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്, അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ലോക്കൽ കമ്മിറ്റി ഉള്ള ആരാണെന്ന് വെച്ചാൽ അവർക്കെതിരെ അവർ കോടതി വന്ന് സാക്ഷി പറഞ്ഞിരിക്കണം. അവർക്കെതിരായിട്ട് കൃത്യമായിട്ട് മലീഷ്യസ് പ്രോസിക്യൂഷൻ നടപടി ഈ കേസിന് എടുക്കണം. കാരണം ആ ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഉടൻ തന്നെ മലീഷ്യസ് പ്രോസിക്യൂഷന് അത് പോലീസ് കേസെടുക്കാൻ എടുക്കണം. അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ എടുക്കാൻ തയ്യാറാകണം. കാരണം അത് കോടതിയിലെ ജഡ്ജ്മെൻറ്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായാലും ശരി അയാളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളൂലെന്ന് തന്നെ ഞാൻ പറയണേ. അതുകൊണ്ട് പോലീസ് കേസ് എടുത്തിട്ടില്ലെങ്കിൽ പ്രൈവറ്റായിട്ടെങ്കിലും കൊടുത്ത് ഇതിനൊരു മാതൃകമായ ശിക്ഷ കേരളത്തിൽ കാണിക്കണം. ഇങ്ങനെ കള്ളമായിട്ട് കേസെടുത്ത് ആൾക്കാരെ, നിരപരാധികളെ ശിക്ഷിച്ച വളരെയധികം ആൾക്കാരുണ്ട്. അവർ ആത്മഹത്യ ചെയ്ത പലരും ഉണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ടിപ്പിക്കൽ കേസായിട്ട് ഇത് എടുക്കണമെന്നാണ് ഞാൻ മണികണ്ഠൻ്റെ അടുത്തും അതുപോലെയുള്ള സംഘടനയുള്ളവരുടെ അടുത്തും പറയുന്നത്. അതിനകത്ത് സത്യസന്ധരായ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ യൂണിയനുള്ളവരും സഹകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അങ്ങാര് പാർട്ടി ഗ്രാമത്തിൽ താമസിക്കൊണ്ട് ഭയം ഉണ്ടാവും. നമുക്കറിയാമല്ലോ, പ്രൊഫസർ PJ ജോസഫിൻ്റെ അവസ്ഥയൊക്കെ അറിയാമായിരുന്നല്ലോ നമുക്ക്. അതുകൊണ്ട് കണ്ണൂർ പല സ്ഥലത്തും താമസിക്കുന്നവർക്ക് ആ ഒരു ഭയം ഉണ്ടാവും. പക്ഷേ ഇതുപോലെയുള്ള കേസുകളിൽ മാത്രമേ അതിനൊരു പ്രതികാരം അല്ലെങ്കിൽ അതിനൊരു എതിര് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇതിന് ഈ ഒരു ടിപ്പിക്കൽ കേസ് അത് ഒരു പരിഗണനയിലെടുത്ത് മലീഷ്യസ് പ്രോസിക്യൂഷന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ മണികണ്ഠൻ, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇദ്ദേഹത്തിന് ഇനി 3 മാസമേ വിരമിക്കാൻ ഉള്ളൂ. അതിനിടയിൽ ഇതിൻ്റെ വിധി വന്നത് നന്നായി അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നേനെ അല്ലേ? എങ്ങനെയാണ് ഇനി ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതെ, തീർച്ചയായിട്ടും അസം മാഷക്ക് അനുകൂലമായിട്ട് കോടതിക്ക് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യമാവുകയും ഒരു നിരപരാധിയാണെന്നുള്ള രീതിയിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തത് ഏറ്റവും സന്തോഷകരമായത് തന്നെയാണ്. അദ്ദേഹത്തിന് ജീവിതം തിരികെ കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്ക് ഒരുപക്ഷെ പ്രയാസമുണ്ടായിരിക്കാം. എങ്കിലും പൊതുസമൂഹത്തിന് ഒട്ടാകെ തന്നെ സന്തോഷം നൽകുന്ന ഒരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി അതിൻ്റെ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ അതിൻ്റെ അടുത്ത നടപടിക്രമം ആ രീതിയിൽ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ കോടതി വിധിയോ കിട്ടിയതിന് ശേഷം അത് പഠിച്ചിട്ടാകും അതിൻ്റെ അടുത്ത ഘട്ടം എന്തായാലും സംഘടന വേണ്ട രീതിയിൽ അത് ഏറ്റെടുക്കും, അത് ചെയ്യും. ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു സമാനമായൊരു സംഭവം ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ സാമൂഹ്യ പാഠം അധ്യാപകൻ സുധിമാഷ്, ഇതേ 2022 ഒക്ടോബറിൽ തന്നെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. സുധിമാഷ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഡ്രില്ലിൻ്റെ പീരീഡ് ഗ്രൗണ്ടിൽ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഗ്രൗണ്ടിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൽ അതിൻ്റെ ചാർജുള്ള ഒരു ടീച്ചർ, ഒരു ഇൻസ്ട്രക്ടർ അവിടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ടറോട് ബോൾ ചോദിച്ചപ്പം ഇൻസ്ട്രക്ടർ ഒരു ലേഡിയാണ്, അവർ ബോൾ കൊടുത്തില്ല. ആ സുധിമാഷ് കുട്ടികൾ കളിക്കാൻ ബോൾ ആവശ്യപ്പെട്ട സുധിമാഷ് അവിടെ ഒരു റൂമിൽ കയറിയിട്ട് ബോൾ എടുത്ത് കൊടുത്തു. അവിടെ കടമ്പൂർ സ്കൂളിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. അവിടെ മൊത്തം CCTV ഉള്ള സ്ഥലമാണ്. അദ്ദേഹത്തെ മാനേജർ ഇതിനു മുമ്പ് തന്നെ മാനേജറുടെ കണ്ണിലെ കരടാണ് സുധിമാഷ്. പല രീതിയിലും അവിടെ അനധികൃത പണപ്പിരിവും വെച്ച് ബന്ധപ്പെട്ടിട്ട് സുധിമാഷ് അതിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മാനേജറുടെ എപ്പോഴും ശത്രുത മനോഭാവം പുലർത്തുന്നതാണ് മാനേജർ അദ്ദേഹത്തെ.
അപ്പോൾ അദ്ദേഹത്തെ മാനേജർ ഈ ഇൻസ്ട്രക്ടറെ വിളിച്ച് അദ്ദേഹം കുട്ടികൾ അവിടെ ഡ്രസ്സ് മാറുന്ന സമയത്താണ് അദ്ദേഹം കയറിയതെന്നുള്ള രീതിയിൽ ഒരു പരാതി എഴുതി വാങ്ങിക്കുകയും ആ കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. 2022 ഒക്ടോബറിലാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പോലീസിന് ബോധ്യമായി. ഈ പരാതി മാനേജർ ഹെഡ്മാസ്റ്റർ പോലീസിന് കൊടുക്കുകയും പോലീസ് ഈ കുട്ടികളെ വിളിച്ച് മൊഴിയെടുത്തപ്പോൾ പോലീസിനോട് കുട്ടികൾ തത്ത പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞു. ഹെഡ്മാസ്റ്ററും അതുപോലെ PTA പ്രസിഡന്റും കായിക അധ്യാപകരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ മൊഴി കൊടുത്തതെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് രേഖപ്പെടുത്തി. പോലീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തില്ല. പക്ഷേ മാനേജർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം DYSP കേസ് അന്വേഷിക്കുകയും ചെയ്തു. DYSP അന്വേഷണത്തിലും ആ കോടതിക്ക് പോലീസിന് ബോധ്യമായി ഇത് വസ്തുതാ വിരുദ്ധമായ കേസ്, പോക്സോ കേസാണ് അവിടെയും വന്നത്. ഇത് വസ്തുതാ വിരുദ്ധമായ കേസാണെന്ന് പോലീസിന് ബോധ്യമാവുകയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഹൈക്കോടതി ആ കേസ് അവിടെ അങ്ങനെ വിട്ട് ഇവർക്കെതിരായിട്ട് ഈ വ്യാജ കേസ് ചമച്ചവർക്കെതിരായിട്ട് കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു. പക്ഷേ മാനേജർ അതിനെതിരെ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അടുത്ത മാസത്തേക്ക് കേസ് വെച്ചു. അപ്പോൾ ഈ രീതിയിൽ വ്യാജ പോക്സോ കേസ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതികളെയും അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ അധ്യാപകരെ വ്യാജ പോക്സോ കേസ് ചമച്ചുകൊണ്ട് ദ്രോഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അധ്യാപകർക്കും കുട്ടികൾക്കുള്ള അതേ അവകാശങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കുള്ള അതേ അവകാശങ്ങൾ അധ്യാപകർക്കുണ്ട്. അപ്പോൾ അധ്യാപകരുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ പോകുമ്പോൾ അധ്യാപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികളെ തിരുത്താനുള്ള മനോബലം അധ്യാപകർ നഷ്ടപ്പെടുകയാണ്. കുട്ടികളോട് അവർ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പോകല്ല എന്ന് ചെറിയ ശിക്ഷ പോലും കുട്ടികൾക്ക് കൊടുക്കാനെന്ന് അധ്യാപകർ ഭയപ്പെടുന്നു. കാരണം അധ്യാപകരൊക്കെ പോക്സോ കേസിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇത് മാറിയേ പറ്റൂ. അധ്യാപകർക്ക് പഴയ കാലത്തുണ്ടായ ആ ഇത് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം. അതിൽ ആർക്കും തർക്കമില്ല. അധ്യാപകരുടെ ഭാഗത്ത് കുറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അധ്യാപക സംഘടന അവരെ സംരക്ഷിക്കാൻ മുന്നിൽ വരില്ല. അധ്യാപക സംഘടന തന്നെ അദ്ദേഹത്തെ പുറത്താക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ നിരപരാധികളെ ക്രൂശിക്കുന്ന ഒരു രീതിയിലേക്ക് പോക്സോ കേസ് ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് അസം മാഷക്ക് ഇനി വേണ്ട എല്ലാവിധ രീതിയിലും ഈ കാര്യത്തിൽ സംഘടന അദ്ദേഹത്തെ സംരക്ഷിക്കാനുണ്ടാകുമെന്ന് പറയുകയാണ്. യെസ്, അസൻ മാസ്റ്റർ ജോലി ചെയ്ത പാല ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് ശശി തില്ലങ്കേരി എന്നെ ഈ ഇടവേളയിൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശശി, താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? അസൻ മാസ്റ്റർ നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്നു. അസൻ മാസ്റ്ററെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. പറഞ്ഞോളൂ. ഞാൻ PTA പ്രസിഡന്റ് ഒന്നല്ല. ഞാനവിടെ അസൻ മാഷിന്റെ സമയത്ത് 4 കൊല്ലം PTA മെമ്പറായിട്ട് എനിക്ക് തെറ്റിയതാണ്. അസൻ മാഷുമായിട്ട് ഒരുപാട് നല്ല സ്നേഹബന്ധത്തിൽ പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. ആ സ്കൂളിന് വേണ്ടി ചെയ്ത പോലെ ഇതുവരെ വന്ന ഒരു മാഷന്മാരും അവിടെ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പേഴ്സണലി നല്ല ബന്ധമുള്ളൊരു മാഷുമാണ് അദ്ദേഹം. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെറുങ്ങനെ വെച്ചുമുട്ടി വീണിട്ടുണ്ടെങ്കിലും അപ്പോഴെടുത്താതെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സ ചെയ്യലും ഒരുപാട് നന്മകരം എന്ന് പറയാം. അങ്ങനത്തെ ഒരാളാണ് അയാൾ. അപ്പൊ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പൈസയുടെ ചെലവ് ചെയ്തോ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യം അങ്ങനത്തെ ഒരു മാഷയാണ് ഇപ്പൊ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അസ്കർ എന്ന് പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ് വണ്ടിപ്പെരിയാർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. വണ്ടിപ്പെരിയാർ കേസ് ഇതിനകത്ത് കൂട്ടിക്കൊടുക്കേണ്ടതാണോ? ആ കുട്ടീനെ കെട്ടിത്തൂക്കി കൊന്നു എന്നതിന് കുട്ടീന്റെ അമ്മ പോലും പറയുന്നു. ഇത് സാക്ഷി പോലെയാ പറയുന്നത്. ഇതോ ഈ കുട്ടി കാലിന് ഒരു മാപ്പ് പറയാ, കുട്ടീന്റെ അച്ഛനും അമ്മയോടും പറയാ. അങ്ങനെയല്ല ഈ കേസ് രണ്ടും ഒരുപോലെ പെടുത്തുമ്പോ നമുക്ക് മാനസികമായിട്ട് വല്ലാതെ വിഷമം കൊണ്ട് ഇത് കാണുന്നതും അറിയുന്ന ആൾക്കാർക്ക്. അപ്പൊ അസ്കർ എന്ന് പറഞ്ഞ സഹാബിനെ അറിയില്ല, എനിക്ക് നന്നായിട്ട് അറിയുന്ന മാഷാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസ് വരുമ്പോ മാനുഷിക പരിഗണനയെന്നും കൊടുക്കുക. മണിമാഷോട് എന്താ പറഞ്ഞാൽ, മണിമാഷോട് അസം മാഷ് പറഞ്ഞ എനിക്ക് മരണമാണ് എന്റെ മുന്നിൽ എന്ന് പറയേണ്ടി വന്നത്. അത് ഓരോ അനുഭവം വന്നാൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. നമ്മളെന്ന് പറഞ്ഞാല് ഈ മാഷിങ്ങനെ കഴിഞ്ഞുപോയി എന്ന് പറയുന്നത് വല്ലാതെ ദുഃഖത്തിൽ നിന്ന ഒരാളാണ്. അപ്പൊ വീണ്ടും നിങ്ങള് എന്താണ് പറഞ്ഞ് കൊല്ലല്ല അദ്ദേഹത്തിന് എന്നാണ് എനിക്ക് പറയേണ്ടത്. യെസ്, നന്ദി ശശി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അഡ്വക്കേറ്റ് അസ്ക ഇപ്പോൾ PTA മെമ്പർ ആണ് അദ്ദേഹം. ഇത് കേട്ടിട്ടാണ് എന്നെ വിളിച്ചത്. താങ്കൾ ഈ വണ്ടിപ്പെരിയാർ സംഭവമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുന്നു, ആ രീതിയിലേക്കൊന്നും പോകരുത് ദയവ് ചെയ്ത്. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചത്. അഡ്വക്കേറ്റ് അസ്ക,
നോക്കൂ. ഞാൻ ഒന്ന് വണ്ടിപ്പെരിയാർ കേസുമായി ഇതിനെ താരതമ്യം ചെയ്തതല്ല. വണ്ടിപ്പെരിയാർ കേസിൽ മാധ്യമങ്ങൾ എടുത്ത ഒരു നീതി ഹസൻ മാഷിനോട് എടുക്കുന്ന മറ്റൊരു നീതി എന്നുള്ള തരത്തിൽ മാത്രമാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ കോടതി പറഞ്ഞത് നടന്നു, കൊലപാതകം നടന്നു, പക്ഷേ പ്രതി ഇതല്ല. ആരാണ് അവിടെയും പോലീസിന്റെ ഭാഗത്തല്ലേ വീഴ്ച, പോലീസിന്റെ പരാജയമല്ലേ? ഈ ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ ആളുകളല്ലേ? അന്നമ്പ്യാർ ഓർക്കുന്നുണ്ടാവും, ഞാൻ പല ചർച്ചകളിലും വണ്ടിപ്പെരിയാർ കേസിൽ പറഞ്ഞത് അർജുനെ എനിക്കറിയില്ല, അർജുൻ നിരപരാധിയാണെങ്കിൽ അയാൾ അനുഭവിച്ച സാമൂഹ്യവും ആയിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ടല്ലോ. ഹൈക്കോടതിയിൽ പോയി പോലീസ് സംരക്ഷണം വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഹസൻ മാഷിനെ ഒരു തരത്തിലും വില കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഹസൻ മാഷ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് അദ്ദേഹത്തെ യാതൊരു തരത്തിലും പരിചയമില്ല, അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് കാണിച്ചത് നീതീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അത് പൊതുസമൂഹത്തിനും അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രതി എന്ന നിലയിൽ കൂട്ടിൽ നിൽക്കുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ അടക്കമുള്ള എന്റെ പൊതുബോധത്തിൽ പോലും അദ്ദേഹം കുറ്റവാളിയാണെന്ന് കണ്ടിട്ടുണ്ട്. അതൊരു വലിയ തെറ്റ് തന്നെയാണെന്നേ, ഒരു സംശയമില്ല. അദ്ദേഹം നിരപരാധിയാവുകയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനം ആ കാര്യത്തിൽ ഹസൻ മാഷിനോട് തോന്നുന്നു. പക്ഷേ പിന്നെ അഡ്വക്കേറ്റ് അസ്ക, താങ്കൾ സഹതപിക്കുന്നതോടൊപ്പം തന്നെ താങ്കൾ ഇതിന് കാരണഭൂതരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയും അധ്യാപക സംഘടനയുടെയും അവരെ ന്യായീകരിക്കുകയാണ് താങ്കൾ. അതെന്തിനാണ്? ഞാൻ പറയട്ടെ, നിങ്ങൾ വിദ്യാർത്ഥി സംഘടനയോ SFIയോ KSTO ആണ് വിമർശിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു തരത്തിൽ അത് അംഗീകരിക്കാനാവില്ല. പരാതി കൊടുത്ത 4 വിദ്യാർത്ഥിനികൾ കോടതിയിൽ പറഞ്ഞത് ഞങ്ങളെ കരുവാക്കിയായിരുന്നു. ആരാണ് കരുവാക്കിയത് സാർ? പ്രതിസ്ഥാനത്ത് ആരാ നിൽക്കുന്നത്? ആരാ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? താങ്കൾ ഈ വിശുദ്ധന്മാർ എന്ന് പറയുന്ന SFIയുടെ നേതാക്കന്മാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. നേരത്തെ മണികണ്ഠ മാഷ് പറഞ്ഞല്ലോ ഹസൻ മാസ്റ്ററെ സ്കൂളിൽ കാലുകുത്താൻ സമ്മതിക്കില്ല, ഉപരോധം തീർക്കുന്നു, ഹസൻ മാസ്റ്ററെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്തത്? എന്റെ അന്നമ്പ്യാർ ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരാൾ പ്രതിയാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അടക്കമുള്ള പൊതുബോധം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നാളെ ഒരു കുട്ടി പ്രതിയാക്കപ്പെട്ടതിന് ശേഷമൊന്നുമല്ല, അദ്ദേഹം പ്രതിയാക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് മണികണ്ഠ മാഷ് പറഞ്ഞത്. പ്രതിയാക്കപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ അങ്ങനെ സമരം ഉണ്ടായി കാണും. അതിനു മുമ്പ് സമരം പ്രതിയാക്കപ്പെട്ടതിന് ശേഷം എന്നല്ല സാർ പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ അങ്ങനെ SFI സമരം നടത്തേണ്ട സാഹചര്യമൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് SFIക്ക് സംഘടനാപരമായ അധ്യാപകർക്ക് വെച്ച പാർട്ടി പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, അധ്യാപികയുടെ കസേര കത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇതൊക്കെ SFIയുടെ ക്രെഡിറ്റ് അല്ലേ സാർ? അപ്പൊ ആ സംഘടന ഏതറ്റം വരെയും പോവും. എന്റെ അഡ്വക്കേറ്റ് അസ്ക, ഞാനും താങ്കളുമൊക്കെ ഈ സംഘടനയിലൂടെ തന്നെ വന്നതല്ലേ, പയറ്റി വന്നതല്ലേ അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് SFIയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ വന്ന വഴി എന്ന് പറയുന്നത് SFIയിലൂടെയാ. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾ പറയുന്ന വഴി പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളിന് നടുവിലൂടെ നടന്ന ബ്രണ്ണൻ കോളേജിൽ പയറ്റി വന്നതാണ്. അപ്പൊ എനിക്ക് നന്നായിട്ടറിയാം SFI എന്ന പ്രസ്ഥാനത്തെ. നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാം. അങ്ങനെ പറയരുത്, എന്റെ ബോധ്യം തെറ്റാണെന്ന് പറയരുത്. അതിന് അസ്കറിന് അവകാശമില്ല. പക്ഷെ എനിക്കറിയാം നന്നായിട്ട് എന്താണ് SFI എന്ന് അടുത്തറിഞ്ഞ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്നമ്പ്യാർ, നിങ്ങൾ SFI ആണെന്നും നിങ്ങൾ SFI ആണെന്നും പറയുമ്പോൾ നിങ്ങൾ അതിൽ അഭിമാനം കൊള്ളാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വാക്കുകളെ എനിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവില്ല. എന്തോർത്ത് അഭിമാനിക്കണം അത് പറ, അതുകൂടെ പറഞ്ഞു. എന്തോർക്കാതെ അഭിമാനിക്കണം. ബ്രണ്ണൻ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇടപെടലുകളിൽ എനിക്ക് ഒരു തരി പോലും അഭിമാനമില്ല. അങ്ങനല്ല, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. എനിക്ക് അതുപോലുള്ള അനുഭവമല്ല. ഞാൻ നടന്ന SFI എന്റെ ജീവിതത്തിന്റെ ഞാൻ ഇങ്ങനെ വർത്തമാനം പറയാനുള്ള കരുത്ത് തന്നത് എന്റെ വിദ്യാർത്ഥി സംഘടനയാണ്, SFI തന്നെയാണ്. എനിക്ക് ജീവിക്കാനുള്ള SFIയിലല്ലാത്ത എന്റെ സുഹൃത്തുക്കളെ അവർ അരാഷ്ട്രീയവാദികളാണെന്ന് ആരോപിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ സംഘടനയോട് ഗുഡ് ബൈ പറയേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അല്ല അത് അതിനൊക്കെ ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്കുള്ളത്. അല്ല, അത് അങ്ങയുടേത് വ്യക്തിപരമായ ശാരീരികമായി കൈകാര്യം ചെയ്യുക, അടിച്ചില്ലാതാക്കുക, അടിച്ചൊതുക്കുക, അത് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല. ക്യാമ്പസുകളിൽ ശാരീരികമായി കൈകാര്യം ചെയ്തിട്ടില്ലേ? ശാരീരികമായി കൈകാര്യം ചെയ്തിട്ടില്ലേ? ഏതാ RSSും ABVPയും ക്യാമ്പസുകളിൽ ശാരീരികമായി കൈകാര്യം ചെയ്തിട്ടില്ലേ? അല്ല, സഹികെട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സഹികെട്ടെന്ന് പറയുന്നത് സഹികെട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജീവിക്കണ്ടേ സാർ, ജീവിക്കണ്ടേ? എല്ലാ ക്യാമ്പസുകളും ഞങ്ങളുടെ കുത്തകയാണ് എന്നൊരു വിദ്യാർത്ഥി സംഘടന ധരിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? അവിടെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പൂർണ്ണമായും തടയുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധം തീർക്കേണ്ടി വരും. ചിലപ്പോൾ അത് തല്ലി തീർക്കേണ്ടി വരും അഡ്വക്കേറ്റ് അസ്ക. അതിന് ആ സംഘടനകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും തല്ലിയാൽ അതിന് പിണങ്ങി ആ സംഘടനയും വിട്ടു പോകുന്ന ആളല്ലല്ലോ. അങ്ങനെയല്ലല്ലോ പോകേണ്ടത്. അല്ല, അത് മാത്രമല്ല, ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഏതെങ്കിലും അഹങ്കാരികളെ പല ഘടകങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. പറയാൻ പറ്റാത്ത പല ഘടകങ്ങളും ഉണ്ട്. അതെനിക്ക് ഈ പൊതുവേദിയിൽ വെച്ച് പറയാൻ പറ്റില്ല. ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത്. അപ്പോൾ SFIയുടെ ഗുണഗണങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഐ നോ വെരി വെൽ. ഞാൻ അനുഭവിച്ചതാണ്, എനിക്കറിയാം. ഗുണഗണങ്ങളെ കുറിച്ച് മാത്രമേ അറിയൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴുള്ളവരാണ് ക്രിമിനലുകൾ. SFI അവരാണല്ലോ നയിക്കുന്നത്, ബ്ലഡി ക്രിമിനലുകൾ. എല്ലാ കഴിഞ്ഞ ദിവസം ഈ ചാനൽ ചർച്ചകളിൽ തന്നെ ഇവിടെ വന്നിരുന്ന്, ഈ ഫ്ലോറിൽ വന്നിരുന്ന് എന്നോട് കയർത്ത് സംസാരിക്കുന്ന ഹസൻ മുബാറക്കാണ് പറഞ്ഞത്, ഈ പോലീസിലെ ഒരു SIയോടല്ലേ പറയാം അയാളുടെ കയ്യും കാലും തല്ലി ഒടിക്കുമെന്ന്. എന്തൊക്കെ ഭാഷയിലാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് താങ്കളെപ്പോലുള്ളവർ ഇപ്പോഴും SFI അതൊരു വിശുദ്ധ സംഘടനയാണ് എന്ന രീതിയിൽ ന്യായീകരിക്കുന്നത്. അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അഡ്വക്കേറ്റ് അസ്ക. സോറി. യെസ് അഡ്വക്കേറ്റ് അസ്ക, ഏറ്റവും ചുരുങ്ങിയ വർഷം ഇപ്പോൾ അസം മാഷെ കുറ്റവിമുക്തനാക്കി അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടു. ഒരു മാപ്പ് പറയുന്നതിന് എന്തിനാണ് സാർ ഇത്ര വിമുഖത കാണിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു, അതല്ലേ മര്യാദ എന്ന് പറയുന്നത്? അതല്ലേ ഒരു രാഷ്ട്രീയ മര്യാദ? അതല്ലേ താങ്കൾ ഈ പറയുന്ന അങ്ങനെ ഒരു വിശുദ്ധ പദവി പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ, വിശുദ്ധന്മാരാണെങ്കിൽ അതല്ലേ സാർ ചെയ്യേണ്ടത്? ആ മാന്യതയും മര്യാദയും ഒക്കെ കാണിക്കേണ്ട ഒരു സമയമല്ലേ, ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയല്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ചിലരൊക്കെ വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തിനാണ് സംഘടന ആ പാപഭാരം ഏറ്റെടുക്കുന്നതെന്ന്? അങ്ങനെയാണെങ്കിൽ ഇത്തരം ആളുകളെ ആരാണ് ഹസൻ മാസ്റ്ററെ അപരാധിയാക്കിയത് അല്ലെങ്കിൽ പ്രതിയാക്കിയത്? അവരെ ഒറ്റപ്പെടുത്തേണ്ടതല്ലേ? ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ഇവരെ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം SFIക്കും അതുപോലെ ഈ ഇടത് അധ്യാപക സംഘടനയ്ക്ക് ഉണ്ടാവേണ്ടതല്ലേ? പക്ഷെ അന്നമ്പേർ ഒരു കാര്യം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്നാണ് സമൂഹം കാണുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ അധ്യാപകരും അങ്ങനെ തന്നെ ആവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മാത്രമേ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാനാവുള്ളൂ. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അധ്യാപക ഗ്രൂപ്പ് ഉള്ളിലെ വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിലെ ചർച്ചകൾ പുറത്തുപോയതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതിയിൽ ഹാജരാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ അധ്യാപക വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ കേൾക്കാൻ ഇടയായി. ഞാൻ ആ ചർച്ചകളുടെ ഓഡിയോ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കോടതിയോട് പെർമിഷൻ മേടിക്കുന്ന ഘട്ടത്തിൽ അത് കേട്ട സമയത്ത് ഞാൻ ഇങ്ങനെയും അധ്യാപകർക്ക് ഭാഷ ഉപയോഗിക്കാൻ അറിയാമോ എന്ന് അത്രയും അറപ്പും വെറുപ്പും ഉറവാക്കുന്ന ഭാഷയിൽ അധ്യാപകർ സംസാരിക്കുന്നതായി കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചില അധ്യാപകരെങ്കിലും നമ്മുടെ അധ്യാപക സമൂഹത്തിൽ കൊള്ളരുതാത്തവരായുണ്ട്. അവർ ചിലർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവരെ ഒറ്റപ്പെടുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന്റെ പേരിൽ ഒരുപക്ഷെ അതിനൊപ്പം നിന്നു എന്ന തെറ്റിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയോ അധ്യാപക സംഘടനയോ നമുക്ക് കുറ്റം പറയാനാവില്ല. ഇവിടെ ചില വ്യക്തികൾ ഹസൻ മാഷിന്റെ കാര്യത്തിൽ വ്യക്തിപരമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നതിന് ആ വിദ്യാർത്ഥിനികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന്റെ ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ ഭാഗത്ത് പറയുന്നത് അദ്ദേഹം മലീഷ്യസ് പ്രോസിക്യൂഷന് കേസ് കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ കഴിയും. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അങ്ങനെ ചെയ്യില്ലെന്നേ. SFIയുടെ സംസ്കാരവും അധ്യാപക സംഘടനയായ KSCയുടെ സംസ്കാരവും യോജിക്കുന്നു പൂർണ്ണമായും. പക്ഷെ ഇവിടെയാണ് വിയോജിപ്പ്. താങ്കൾ ഇപ്പോഴും KSTയെയും SFIയെയും
ഒരു നിങ്ങൾ പൂർണ്ണമായും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിൽ KSTയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അധ്യാപകരും മഹാമനുഷ്യരായിട്ടുള്ള മഹാപുരുഷന്മാരാണെന്നൊന്നും ഞാൻ പറയില്ല. അതിലും കുറ്റവും കുറവുമുള്ള മനുഷ്യരുണ്ടെന്നേ. SFIയിലുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും എല്ലാവരും നന്മ ചെയ്യുന്നവരാണെന്നും ഞാൻ വാദിക്കില്ല. പക്ഷെ അതിലും ചില ആളുകൾ ഉണ്ടാവാം, അവർക്കും തിരിഞ്ഞും മാറാൻ, അവരെ നേർവഴിക്കു നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ചോദിക്കും, ഇതിലേതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ, തെറ്റായ വഴിക്ക് ഹസൻ മാഷിനെ പ്രതിയാക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. അത് തന്നെയായിരിക്കും SFIയും KST എടുക്കാൻ പോകുന്ന തീരുമാനമേ. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. ഹസൻ മാഷ് ഇക്കാര്യത്തിൽ നിയമപരമായും മുന്നോട്ട് തന്നെ പോകണം. ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് കളഞ്ഞു പോകരുത്. മലീഷ്യസ് പ്രോസിക്യൂഷന് തയ്യാറാകണം. അത് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മണികണ്ഠൻ മാഷ് പറഞ്ഞു അത്തരം നിയമ നടപടികളിലേക്ക് കടക്കും. ആ കുട്ടികൾ പോലും, അവരാണ് കള്ളമൊഴി കൊടുത്തത്, ആ കുട്ടികൾക്ക് എതിരെ പോലും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ കുട്ടികൾ എന്ന ആനുകൂല്യം ഒരുപക്ഷെ ഹസൻ മാസ്റ്ററെ പോലുള്ള ഒരു വ്യക്തി നൽകിയേക്കും. ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അസ്ക ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രിൻറ്റോ, ഹസൻ മാസ്റ്റർ നിരപരാധിയാണ്, അദ്ദേഹത്തോട് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോഴും അഡ്വക്കേറ്റ് അസ്ക ഇവരെ വാഴ്ത്തിപ്പാടുകയാണ്, SFIയും അതുപോലെ KSTയും. അതങ്ങനെ പറയാൻ പറ്റൂ. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ വിധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ആത്യന്തികമായി ഇതിനൊരു അവസാനം വേണ്ടേ? ഇവിടെയാണ് നിയമ പോരാട്ടം ആരംഭിക്കേണ്ടത് ഹസൻ മാസ്റ്റർ, അല്ലേ? ആരാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയത് അവരെ എക്സ്പോസ് ചെയ്യുക, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ അദ്ദേഹം അനുഭവിച്ചതിനൊക്കെ ഒരു തക്കതായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളോടും പന്നികളോടും മൽപ്പിടുത്തത്തിന് പോകരുത്. കമ്മ്യൂണിസ്റ്റുകളോട് മൽപ്പിടുത്തത്തിന് പോകാതിരിക്കാൻ കാരണം അവരുടെ തലയിൽ ചെളിയാണ്, പന്നികളുടെ ദേഹത്താണ് ചെളി. സ്വാഭാവികമായിട്ട് ഈ അസ്കർ സാറുടെ അദ്ദേഹം പോയെങ്കിലും ഈ നമ്മളുടെ വാളയാറിലെ കേസിനെയും അസ്കർ നാസറുടെ കേസിനെയും കൂടി ഇങ്ങനെ താരതമ്യം ചെയ്തപ്പോ ഈ പഴഞ്ചൊല്ല് എത്രത്തോളം അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. നമുക്കറിയാലോ, അദ്ദേഹം കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ കേരളവർമ്മ കോളേജിൽ റിട്ടേണിംഗ് ഓഫീസർ എല്ലാ കാലഘട്ടം എല്ലാ കോളേജുകളിലും ഈ SFIക്കും DYFIക്കും പോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർക്കൊരു ഘടനയുണ്ട്. അത് SFI ആയിക്കോട്ടെ, KST ആയിക്കോട്ടെ, AKGCT ആയിക്കോട്ടെ, AKPST ആയിക്കോട്ടെ, ഈ നിയതമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന 4 ഇടതുപക്ഷ ഓർഗനൈസേഷനുകളാണ്. ഇവർ സ്വാഭാവികമായിട്ട് ഇവരുടെ പക്ഷത്തല്ലാത്ത ആളുകളോട് എടുക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. അനിൽ സാറിനൊക്കെ അറിയാമോ എന്താണ് AKGCT-കാരന്റെ ജോലി, എന്താണ് AKPST-കാരൻ ചെയ്യാറുള്ളത്, KST-കാരൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ ഇത് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ ഈ അസ്കർ സാർ പറഞ്ഞ പ്രാദേശിക പ്രശ്നം, ഈ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യം ഇവർ വർഗവഞ്ചകരാണെന്നും അല്ലെങ്കിൽ വർഗശത്രുക്കളാണെന്നും വരുത്തി തീർക്കുന്ന ആളുകളോടുള്ള സമീപനത്തിന്റെ പ്രശ്നമാണ്. ഇത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ കേരളവർമ്മ കോളേജിൽ അന്ധനായിട്ടുള്ള ഒരു വ്യക്തി KSU-കാരൻ വിജയിച്ചു. അവിടുത്തെ AKGCT-യുടെ നേതാവായിട്ടുള്ള അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ എടുത്ത നിലപാട് നമുക്കറിയാം. ഞാൻ അതിനേക്കാൾ മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഒരു കാര്യം കൂടി അൻസാറോട് പറയാം. അവിടെ കേരളവർമ്മയുടെ കോളേജിന്റെ ചരിത്രത്തിൽ ABVP-യുടെ സ്ഥാനാർത്ഥിയും ചെയർമാനായി ജയിച്ചു. അന്ന് ചെയർമാനായി ജയിച്ച സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്ന ആളാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അന്നത്തെ ആ ജയിച്ച ബാലറ്റ് ഷീറ്റ് കൊണ്ട് കേരളവർമ്മ കോളേജിൽ ഇറങ്ങി ഓടിയ ആളാണ്. ABVP-കാരൻ ജയിച്ചതിന്റെ പേരിൽ ഇറങ്ങി ഓടി, അവിടുത്തെ വിജയിച്ചത് കൊണ്ട് ഇറങ്ങി ഓടിയ ആളാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ SFI-കാരന്റെ നിലവും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എത്രത്തോളാണെന്ന്, ഇവരുടെ ചിന്താഗതി എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അധ്യാപക സമൂഹത്തിനോടുള്ള ഇവരുടെ ഇഷ്ടം നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ക്ലാസ് റൂമിനകത്ത് വെച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അധ്യാപകനെ KT ജയകൃഷ്ണൻ മാഷെ ക്ലാസ് റൂമിനകത്ത് വെച്ച് പിഞ്ചു പൈതങ്ങളുടെ മുമ്പിൽ വെച്ച് വെട്ടി തുണ്ടമാക്കുന്ന അത് ചെയ്തതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. നോക്കൂ, കേരളത്തിൽ ഇന്ത്യ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ ഒരു അധ്യാപകനെ പിഞ്ചു പൈതങ്ങളുടെ മുമ്പിലിട്ട് വെട്ടി തുണ്ടമാക്കിക്കൊണ്ട് അട്ടഹസിക്കുക? ഇത് എല്ലാ കാലഘട്ടത്തിലും അധ്യാപക സമൂഹത്തിനോടും ഇവരുടെ അല്ലാത്ത ആളുകളോടും ഇവർ വർഗശത്രുക്കളായിട്ട് ഇവരിങ്ങനെ ചാപ്പ പതിപ്പിച്ച് ഇവർ പ്രത്യയശാസ്ത്രം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇത് തകരും.
അതിന്റെ തകർച്ച കേരളത്തിൽ തുടങ്ങി. അതുകൊണ്ടല്ലോ ഈ അസൻ മാസ്റ്ററുടെ കേസിന്റെ വിജയവും പപ്പൻ മാസ്റ്ററുടെ കേസിന്റെ വിജയവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബംഗാളിലും ത്രിപുരയിലും ഇവർ തന്നെയായിരുന്നു. കേരളത്തിലെ ജനങ്ങളും മടുത്തു തുടങ്ങി. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, അധ്യാപക സമൂഹത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന, ജോലി ചെയ്യാൻ അനുവദിക്കാത്ത ഈ സ്വേച്ഛാധിപത്യ ഭരണം, ഈ സ്വേച്ഛാധിപത്യ പ്രത്യയശാസ്ത്രം തകർന്നടിയും. അതിനൊരു സംശയം വേണ്ട. അതിനുള്ള നല്ല തുടക്കമാണ് അനിൽ സാർ പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അസൻ മാഷിന് നേരെ പോയിട്ടുള്ളത്, അവർ ഓരോരുത്തരെയും നീതിക്ക് മുമ്പിൽ, നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഓരോരോ ആളുകളെയും പുറത്തു കൊണ്ടുവന്ന് അവരുടെ ഈ അസൻ മാഷയുടെ നിരപരാധി തെളിയിക്കണം. അസൻ മാഷക്ക് വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് നീതി ലഭിച്ചതിൽ അധ്യാപക സമൂഹത്തിന് അതിയായ സന്തോഷമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കാലാഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് അധ്യാപക സമൂഹം മോചിതരാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യെസ്, കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അസൻ മാസ്റ്ററോട് മാപ്പ് പറയുകയാണ്. ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SFIO അല്ലെങ്കിൽ KSTO അങ്ങനെ ഒരു മാപ്പപേക്ഷ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അസൻ മാസ്റ്റർ, താങ്കൾ നിയമ പോരാട്ടം തുടരണം. താങ്കളെ അപരാധിയാക്കിയ ആ വ്യക്തികൾ ആരൊക്കെയാണോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ആ പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.